ഹലോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നത് പുളിമരം, അതായത് നമ്മുടെ മീൻ കറിയിലിടുന്ന പുളിയില്ലേ, അതുണ്ടാകണ മരം ഈ സൈഡിലാണ് നിൽക്കണേ, കിഴക്ക് വശത്തായിട്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. മഴക്കാലത്താണ് കേട്ടോ ഈ പുളി ഉണ്ടാവണത് നല്ല രീതിയിൽ. അപ്പോൾ നല്ല കാറ്റൊക്കെ വരുമ്പോൾ ഇത് മൂത്തത് താഴെ വീഴും. നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യം വരണില്ല, തനിയെ താഴെ വീഴും ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന്. വലിയ മരമാണ് കേട്ടോ, കണ്ടോ വീണ് കിടക്കണ കണ്ടോ. അപ്പം ഞാനത് ഓരോന്നും പെറുക്കിയെടുക്കും മഴ മാറിക്കഴിയുമ്പോൾ. എന്നിട്ട് ഇന്നിപ്പോൾ എനിക്ക് 3 കിട്ടി. അത് കഴുകി വൃത്തിയാക്കും. എന്നിട്ട് ഞാൻ ഉണക്കുന്നത്, ഇപ്പോൾ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ അങ്ങനെയുള്ളൂ, അടുപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് അടുപ്പിന് മുകളിലായിട്ട് പറം കെട്ടി അതിൽ വെച്ചിട്ടൊക്കെ ഉണക്കിയെടുക്കാം. ഇപ്പം ഞാൻ കണ്ടെത്തിയേക്കണ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഞാനിത് ഇങ്ങനെ പൊളിച്ചിട്ട് നന്നായി അതിൻ്റെ ഉള്ളിലുള്ള ഇത് കണ്ടോ, അത് നമുക്ക് കഴിക്കാം കേട്ടോ. അതിലൊരു ചെറിയ കുരു ഉണ്ടാവും, അത് കഴിക്കരുത്. ആ പഴം പോലെ ഇരിക്കുന്ന സംഭവം നമുക്ക് കഴിക്കാം. എന്നിട്ട് ഇത് വൃത്തിയാക്കിയെടുക്കും, ഒന്നും കൂടി കഴുകി വൃത്തിയാക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങൂല. എന്നിട്ട് ഓരോ അല്ലിയായിട്ട് അടർത്തി ഇങ്ങനെ എടുക്കും. ഇപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും താമസം വരുന്നത്, അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് എടുക്കും. ഇങ്ങനെ ഓരോന്ന് വീതം അടർത്തിയെടുക്കും കണ്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നാ, ഇപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് എനിക്ക് ഇത്ര അല്ലി കിട്ടി. എന്നിട്ട് ഞാൻ ഇത് കണ്ടോ നേരത്തെ വെച്ചിരിക്കണേണ് കേട്ടോ ഇത്. സ്റ്റൗവിന് ചുറ്റും ഇങ്ങനെ പൂക്കളിടണ പോലെ നിരത്തി ഞാൻ വെക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് മിനിയാന്ന് എടുത്ത് വെച്ചതാണേ. ഇന്നിപ്പോൾ കിട്ടിയത് ഞാൻ നിരത്തണേണേ. എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് നിരത്തി വെക്കും. അതായത് ആ റൗണ്ടിൻ്റെ ആ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 4 ഇന്ന് ഒരു 3 കിട്ടി. ഇനി ഇന്നലത്തെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി 4 ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഉള്ളിലത്തെ ആ കുരുവൊക്കെ മാറ്റി ഞാനിതെല്ലാം സ്റ്റൗവിന് 3 അടുപ്പുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ. ആ 3 അടുപ്പിലായിട്ട് നിരത്തി വെച്ച് നേരത്തെ സ്റ്റൗവിലിരുന്ന് ആ തീ കത്തുമ്പോൾ അതനുസരിച്ച് ഉണങ്ങണതാണ് കേട്ടോ അത്. അപ്പോൾ അതിനേക്കാളും മുമ്പ് ഉണങ്ങിയത് ഞാൻ ഒരു ഭരണിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാണ് മീൻ കറിയിൽ ഇടണത്. നല്ല സ്വാദാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, നല്ല രീതിയിൽ ഇതെടുത്ത് വെക്കണേണ് കണ്ടോ.